ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ചിന്തിക്കരുത്. എനിക്ക് കറങ്ങുന്ന കസേരയില്ല, എനിക്ക് കാറില്ല. അപ്പോൾ ഞാനും ഈ വിഷയത്തെപ്പറ്റി പ്രതികരിക്കുന്ന എൻ്റെ ഒരു കസേര അതായതാണ് നമ്മുടെ നാട്ടിലെ ഒരു കുഞ്ഞു കസേര. ഓക്കെ, ഞാൻ ആരെയും കളിയാക്കുന്നതല്ല, അല്ലെങ്കിൽ ആരെയും ഒന്നും വരുത്തിയില്ല. നമ്മുടെ കുഞ്ഞു സ്ഥലത്തിരുന്ന് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ പറയുന്ന ഈ ഒലിവോൽ ഡിസൈൻസ് ഈ പറയുന്ന പല വിഷയത്തെ പറ്റിയിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാവർക്കും ജീവിക്കണം, എല്ലാവർക്കും അവർക്ക് ബിസിനസ് ചെയ്യണം. ഈ പറയുന്ന അവിടെ ജോലി ചെയ്യുന്ന കുട്ടികൾക്കും അതൊരു വരുമാന മാർഗമാവണം. അപ്പം നമ്മുടെ ഈ തൊഴിലാളികളുള്ള ആൾക്കാർ അവർ ഹാപ്പി ആയിരിക്കണം, മുതലാളി ഹാപ്പി ആയിരിക്കണം. ഓക്കെ, ആരെ പ്രായം നിറഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ അവർ ഹാപ്പി ആയിരിക്കണം. ഓക്കെ, അപ്പം നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിരിക്കണം. ഒരാൾ മാത്രം വളർന്നുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനും പാടില്ല. തൊഴിലാളികൾ മുതലാളിക്ക് വേണ്ടി പണിയെടുക്കുക, മുതലാളി തൊഴിലാളികൾക്ക് വേണ്ടി വേണ്ടത് ചെയ്തു കൊടുക്കുക. അതാണ് എനിക്കൊരു ഒരു നേരെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു. അപ്പോൾ തൊഴിലാളികൾ നമുക്ക് വേണ്ടിയിട്ട് നിൽക്കും എന്ന് തോന്നുന്നു. നമ്മൾ മാത്രം വളരണം, നമ്മുടെ ബിസിനസ് മാത്രം വളരണം, തൊഴിലാളി ഇത് പോയാൽ വേറെ ഒന്ന് വരും എന്നുള്ള കാര്യം ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. തൊഴിലാളി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് ഉള്ളൂ, പല ജോലികളും മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനവും സ്നേഹവും ആ തൊഴിലിടത്തുള്ള ആത്മാർത്ഥതയും തൊഴിലാളികളോടുള്ള ആത്മാർത്ഥതയും രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് വളരുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എനിക്ക് ബിസിനസ് നടത്തിയുള്ള പരിചയമില്ലെങ്കിലും ഒരു തൊഴിലാളിയും ഒരു മുതലാളിയും തമ്മിലുള്ള ബോണ്ടിങ്, ഓക്കെ, അവിടെ ഒരു തൊഴിലാളി ചൂഷണം ചെയ്യപ്പെടാനോ ഒരു തൊഴിലാളി അവിടെ മോശമാക്കി പോകാനോ അത് വരുമ്പോൾ അത് മൊത്തത്തിലത് ബാധിക്കും, ബിസിനസ്സിനെ ബാധിക്കും. അത് ശ്രദ്ധിക്കുക എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്ന ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ട് നിങ്ങളെ ബിസിനസ് നല്ല കൊണ്ടുപോകാൻ നോക്കുക. ആ പിള്ളേർക്ക് കൊടുക്കാനുള്ള പരിഹരിക്കാനുള്ള പല കാര്യങ്ങളും പരിഹരിക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ അവിടെ പ്രതിഷേധിക്കാൻ വരുന്ന കുട്ടികളോട് വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് സംസാരിക്കുക. വെറുതെ അതൊരു വാർത്തയാക്കി ന്യൂസാക്കി മുന്നോട്ട് കൊണ്ടുപോകാതെ നിങ്ങൾ ഒരു ഇച്ചിരി പക്വതായിരുന്ന രീതിയിൽ അവർ വിളിച്ച് സംസാരിക്കുക. അവരോട് വേറെ പ്രശ്നത്തിലോട്ടൊന്നും പോകാതെ നിങ്ങളെ ബിസിനസ്സും ആ കുട്ടികളുടെ കാര്യവും മുന്നോട്ട് നന്നായി പോട്ടെ, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നാണ് എനിക്ക് താഴ്മയായിട്ട് പറയാനുള്ളത്. ഓക്കെ, അത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ. ഓക്കെ.